പെൻഷനുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ തൊഴിലുണ്ടോ? ഈ തൊഴിലുണ്ടാക്കാൻ നമുക്ക് പരിപാടിയില്ല. അതിന് അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരണം എന്നാണ് അവർ പറയണത്. നമ്മൾ തൊഴിലുകൂടി ഉണ്ടാക്കി കാണിക്കും. തൊഴിലെന്ന് പറയാനേ പറ്റുള്ളൂ. ഒരു തൊഴിലായിട്ട് നമുക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായിട്ടേ പറ്റുള്ളൂ. നമുക്കിത് നാളെ തൊട്ട് ഒരു കട്ടപ്പാര എടുത്തിട്ട് എന്തെങ്കിലും കക്കാനോ മൂട്ടിക്കാനോ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ആരെയും തല്ലി കൊല്ലാനോ വലിയ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം പച്ച പിടിക്കുമെന്ന് അർത്ഥം. ഇനി PSC എഴുതി PSCയുടെ ലിസ്റ്റ് നോക്കി ഇരുന്ന് ജീവിതം കളഞ്ഞ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഗൾഫിലോട്ട് കയറിപ്പോയി അവിടെ പോയി അടിമപ്പണി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ഇവിടെ വന്ന് പ്രാരാബ്ധമായിട്ട് കഴിയേണ്ട കാര്യമൊന്നുമില്ല. അതിന് നല്ലൊരു ഓഫറാണ് ഇപ്പം സർക്കാർ 2 ദിവസത്തിന് മുന്നേ ഉത്തരവായിട്ട് പുറത്തിറക്കിയത്. അതായത് തടവുകാരുടെ കൂലി 10 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച ഒരു ഉത്തരവാണ്, നെഞ്ച് തകർക്കുന്ന ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ആയ കാലത്ത് വലിയ ആരെയും തല്ലിക്കൊന്ന് വലിയ ജീവപര്യന്തം കരസ്ഥമാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു 10-20 ലക്ഷം രൂപ കൊണ്ട് ഇറങ്ങാമായിരുന്നു. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ബാങ്ക് ബാലൻസ് കിട്ടുമായിരുന്നു. അപ്പൊ അത്തരം ഒരു കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പിണറായി സർക്കാർ ഇറക്കിയത്. അപ്പൊ നമുക്ക് എന്താണ് ബായി എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. ഒന്നും ഒരു പിടുത്തം കിട്ടുന്നു, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കേരളം, ലജ്ജിക്കുന്നു കേരളമേ എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നടപ്പാക്കാനുള്ളവരെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതെന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ആലോചിച്ചു പോയി. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമുക്കറിയാം നമ്മുടെ ആശാ വർക്കേഴ്സ് ചേച്ചിമാര് തെരുവി കടന്ന് സമരം ഉണ്ടാക്കിയിട്ട് യാതൊരു അനുകമ്പയും ഉണ്ടായിരുന്നില്ല. അവരുടെ കൂലി ഏതാണ്ട് 100-400 രൂപ അടുത്ത് കൂലിയാണ്. പിന്നെ പോട്ടെ, തൊഴിലുറപ്പ് ചേച്ചിമാരുടെ കൂലി 300 ചില്ലറ രൂപയാണ്, 400 രൂപ പോലും ഇല്ല. അത് പിന്നെ കേന്ദ്ര സർക്കാരാണ്. എങ്കിൽ കൂടി പറയാണ്. പിന്നെ അതുപോലെ കയർ തൊഴിലാളികൾ, ഇവർക്ക് 600 രൂപ തികച്ച് കിട്ടുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഇരിക്കുന്നതാണ് കൊള്ളയുമായിട്ട് നടന്നവനും പെണ്ണ് പിടിച്ചു നടന്നവർക്കും കുട്ടികളെ ബലാത്സംഗം ചെയ്തവർക്കും ഒക്കെ 600 രൂപയ്ക്ക് മേളില് 600 രൂപയോളം എന്താണ് കൂലി വർധനവ്, 10 മടങ്ങ് കൂലി വർധനവ്. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ നമുക്ക് ആ വന്ന വാർത്തകളൊന്ന് കണ്ടു നോക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. സംസ്ഥാനത്തെ തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. 63 രൂപയുണ്ടായിരുന്ന വേതനം 520 രൂപയായും 127 രൂപ എന്നത് 560 രൂപയായും 152 രൂപ എന്നത് 620 രൂപയായും കൂട്ടിയിരിക്കുന്നു. 4 സെൻട്രൽ ജയിലുകളായി കഴിയുന്ന 3000-ലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും. തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന് ഉത്തരവിലുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഇത് 2018 അവസാനമായിട്ട് ഇതിന്റെ തടവുകാർക്ക് കൂലി വർദ്ധിപ്പിച്ചിരുന്നത്. കേവലം 63 രൂപയിൽ നിന്നാണ് 520 ആയിട്ടും. അതായത് ഒരു പണി അറിയത്തില്ലാത്തവൻ ഇനി 520 രൂപ കിട്ടുമെന്നർത്ഥം. 127 രൂപയായിട്ട് തരുന്ന സെമി സ്കിൽഡുകാരൻ ഇനി 520 രൂപയും, നല്ല സ്കിൽഡ് ആയിട്ടുള്ള 552 നിന്ന് 620 രൂപയുമാണ് ഇനി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവനൊരു 10 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു മാസം ഇവനൊക്കെ കിട്ടാൻ പോകുന്നത് 18,000 രൂപയാണ്. ഇവിടെ 18,000 ഒരു ചെരുപ്പ് കടയിൽ പോയി നിന്നാൽ കിട്ടുമോ? 18,000 രൂപ ഇല്ലല്ലോ. എന്തെങ്കിലും 10-12 രൂപ കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിരുന്ന നിൽക്കുന്ന ഒരു ചേച്ചിമാർക്ക് കിട്ടുമോ 18,000 രൂപ? എനിക്ക് സംശയമാണ്. വണ്ടിക്കൂലി അവരുടെ ചെലവ് കഴിഞ്ഞിട്ട് 10,000 രൂപയെങ്കിലും കൈ കിട്ടിയെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇതുപോലെ പിള്ളേരെ പീഡിപ്പിച്ചും അങ്ങനെ നടന്നും മറ്റുള്ളവരെ തലക്കടിച്ചും കൊന്നു നടക്കുന്നവന്മാർക്കൊക്കെ 18,000 രൂപ മാസ ശമ്പളം. എന്താലേ? ഇതിന് മുമ്പ് വിയൂർ സെൻട്രൽ ജയില് ഹൈടെക് ആയിട്ടുണ്ട്. അതായത് പച്ചക്കറി എരിയാനും അതരിയാനും ഇത് പാകം ചെയ്യാനും പാത്രം കഴുകാനുമുള്ള ഹൈടെക് ആയിട്ടാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത്. പിണറായി അതിന് 1 കോടി രൂപ മുടക്കി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ പുറമെയാണ് ഇപ്പം കൂലി വർധനവ് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വരാൻ കാരണം എന്ന് നമ്മൾ അധികം തലപോയി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വാർത്തക്കകത്ത് പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ തടവുകാർക്കും ഈ ആനുകൂല്യം കിട്ടും. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഈ പിണറായിയുടെ ഒത്താശയ്ക്ക് വന്നിട്ട് കുറെ അധികം ആൾക്കാർ ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ് ഈ ജയിലിൽ ഭൂരിഭാഗവും കിടക്കുന്നത്. അപ്പൊ ഇവന്മാരുടെ കുടുംബം നോക്കുന്നത് ഈ പാർട്ടിയാണ്. അപ്പൊ അതും കൂടെ നമ്മുടെ നെഞ്ചത്തോട്ട്, അതായത് അവന്മാർക്ക് ചെലവും കൂടെ നമ്മുടെ ടാക്സിൽ നിന്ന് എടുത്തിട്ട് ഇവന്മാർക്ക് ഇനി ഊട്ടി ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അതും ജനങ്ങളുടെ തലക്കെട്ടടിച്ചോണം. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചുരുക്കം. ജയിലിൽ ജോലി ചെയ്യുന്ന ജീവപര്യന്തം ശിക്ഷക്ക് വിധിച്ചവർക്കെല്ലാം അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നാമമാത്രമായ തുകയായിട്ടാണ് ഇത്രകാലം കൊടുത്തിരുന്നത്. പല തവണകളായി കൂലി പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ അൺസ്കിൽഡ് ആയിട്ടുള്ള മറ്റേ പ്രധാനപ്പെട്ട തൊഴിലുകളൊന്നും അറിയാത്തവർക്ക് 63 രൂപ വരെയാണ് കിട്ടിയത്. ഓരോ തവണയും കൂലി കൂട്ടുന്ന സമയത്ത് നാമമാത്രമായ വർധന ആണ് ഉണ്ടായത്. 2018 അവസാനം ഇവർക്ക് കൂലി കൂട്ടിയത്. അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് 63 രൂപ വരെയായിരുന്നു കൂലി കിട്ടിയതെങ്കിൽ അത് ഇപ്രാവശ്യം 520 രൂപയായിട്ടാണ് കൂട്ടിയത് എന്നുള്ളതാണ്. ഇതിനും ബലം ജയിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായി പോയി. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നാലും ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്ത്, അതായത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുക എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ആർക്കും കൂലി കൂട്ടാതെ ഈ ജയിലിൽ കിടക്കുന്ന അവന്മാർക്ക്, അതായത് പിടിച്ചു പറിച്ചു നടക്കുന്ന ഇവന്മാർക്ക് കൂലി കൂട്ടിയതിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഇതിനകത്ത് അട്ടിപ്പയർ കിടക്കുന്നത്, അതായത് ജയിലിൽ പോയി കിടക്കുന്നത്. അപ്പൊ അവന്മാരെ ഒന്ന് സൂചിപ്പിക്കണം. അതായത് പറഞ്ഞിട്ടില്ലേ, ജയിലിൽ കിടക്കുന്നവരുടെ അന്തസ് മുഖ്യം ബിഗിലെന്ന്. എന്ത് അന്തസ്സാണ് ഈ ജയിലിൽ കിടക്കുന്നവന്മാർക്കുള്ളത്? എന്ത് അന്തസ്സുള്ളവന്മാര് ജയിലിൽ കിടക്കും? അവനവന്റെ പുരയിലല്ലേ കയറി കിടക്കുള്ളൂ, അവനവന്റെ കുടുംബത്തിലേ കിടക്കുള്ളൂ. അന്തസ് ഇല്ലാത്തവരല്ലേ ഈ ജയിലിൽ പോയി കിടക്കുന്നത്. അപ്പം പിണറായി സർക്കാരിന്റെ അന്തസ് ഇത്ര ഉള്ളതാണ് നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. എന്നാലും ഇത് ഒരുമാതിരി പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങേറ്റത്തെ ഒരു തരം താന്ന ഒരു രാഷ്ട്രീയ കുതന്ത്രമായി പോയി. നാണമില്ലേടോ പിണറായി?
നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുപോലത്തെ നാറിയ പരിപാടിയാണ് ഇപ്പൊ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണേലും 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ബാങ്ക് ബാലൻസ് ഒരു 20-22 ലക്ഷം രൂപയായിട്ട് ഇറങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഇത്രയും നാള് ഈ പൈസ ബാങ്കിൽ ഇട്ടതിന്റെ ഒരു പലിശയും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഒരു 10, 23, 25 ലക്ഷം അടുക്ക രൂപയായിട്ട് എന്നാണെങ്കിലും ഇറങ്ങാം. ഏക്കാലും ഗോവിന്ദചാമിക്കും അതുപോലെ തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം നടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായവന്മാർക്കൊക്കെ കോൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും കിട്ടുമല്ലോ, ഇവന്മാർക്കെല്ലാം ഒരുമാതിരി ഇത് കിട്ടും. അപ്പം എന്താണ് ഇവിടെ എന്ത് മെസ്സേജ് ആണ് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് നമുക്ക് ഒട്ടും മനസ്സിലായില്ല. അതും കൂടെ ഒരു പത്രസമ്മേളനത്തിന്റെ മുന്നിൽ പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇത്ര ഉളുപ്പില്ലായ്മ കാണിക്കരുതേ പിണറായി സർക്കാരെ, പിണറായി വിജയ എന്ന് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. ഗൈസ്, ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ ഒരു ഉത്തരവിന് നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പൊ അടുത്തൊരു വിഷയത്തിൽ വീണ്ടും കണ്ടവരെ ചൊല്ലിക്കുക. ബൈ.